നമുക്കിനി കോഴിക്കോട്ടേക്ക് പോയാൽ അവിടെ ബൈപ്പാസിൽ ദേശീയപാതയുടെ അലൈൻമെന്റ് ചെറുതായി ഒന്ന് മാറി. സംഗതി കോടതി കയറിയതോടെ പ്രദേശം ഇപ്പോൾ അപകട കേന്ദ്രമാണ്. രാമനാട്ടുകര സേവാമന്ദിരം സ്കൂൾ മുതൽ മൈത്രി നഗർ റോഡ് വരെയുള്ള ഭാഗത്താണ് ദേശീയപാത അധികൃതരുടെ കണക്കുകൂട്ടൽ തെറ്റിയതോടെ സർവീസ് റോഡിന്റെ നിർമ്മാണം മുടങ്ങി ഒരു അപകട മേഖലയായി മാറിയത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഏറ്റെടുത്താൽ മാത്രമേ സർവീസ് റോഡ് നിർമ്മാണം ഇവിടെ പൂർത്തിയാവുകയുള്ളൂ. സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 1987 കോഴിക്കോട് ബൈപ്പാസ് 6 വരിയാക്കാൻ വേണ്ടി ഭൂമി ഏറ്റെടുത്തത്. വർഷങ്ങൾക്കിപ്പുറം ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായി. പക്ഷേ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുമായി തർക്കമുണ്ടായിരുന്നു. ദേശീയപാത അതോറിറ്റി പറയുന്നത് സ്വകാര്യ വ്യക്തി ദേശീയപാതയുടെ സ്ഥലം കയ്യേറി എന്നാണ്. പക്ഷേ സ്വകാര്യ വ്യക്തി പറയുന്നു ദേശീയപാത അദ്ദേഹത്തിൻ്റെ സ്ഥലം കയ്യേറി എന്ന് പറയുന്നു. ഏതായാലും അങ്ങനെ വിഷയം കോടതിയിലെത്തി. കോടതി നിർദ്ദേശപ്രകാരം ഭൂമി അളന്നു നോക്കിയപ്പോൾ ദേശീയപാതയാണ് യഥാർത്ഥത്തിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കയ്യേറിയിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഈ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ശുചിമുറിയും കിണറും ഉൾപ്പെടെയുള്ളത് സർവീസ് റോഡിലാണ്. ഈ ഓവുചാലിലുള്ള വെള്ളം മുഴുവൻ പോകുന്നത് ഈ കിണറിലേക്കാണ്. ഇതിന് നേരെ എതിർവശത്ത് ആണെങ്കിൽ ദേശീയപാത ഏറ്റെടുത്ത സ്ഥലം അവിടെ വെറുതെ കിടക്കുകയാണ്. ഒരു 1.5 മീറ്ററോളം ഭൂമി വെറുതെ കിടക്കുന്നതായി നാട്ടുകാർ പറയുന്നു. അതായത് അലൈൻമെന്റിൽ വന്ന ഒരു അപാകതയാണ് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് ദേശീയപാത കയറി നിർമ്മിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ദേശീയപാത അതോറിറ്റി തയ്യാറാകുന്നില്ല. ഏതായാലും ഇതുവഴി പോകുന്ന ആളുകളും വാഹനങ്ങളൊക്കെ തന്നെയാണ് അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ബൈക്കാർ ഇവിടെ മറിഞ്ഞു വീണിരുന്നു. ഇവിടുത്തെ വീട്ടുകാരൊക്കെ തന്നെ താമസം മാറ്റേണ്ട സാഹചര്യം വന്നു. ചേട്ടൻ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണോ? 1 വർഷം 8 മാസം മുമ്പ് റിപ്പോർട്ട് നൽകിയതാണ്. നമ്മളെ ഭൂമിയാണ്, അത് ഏറ്റെടുക്കണമെന്ന് പറയും. ഇതുവരെ ഏറ്റെടുക്കാനുള്ള നടപടി എൻ്റെ ചെയിനെടുത്ത് ഉണ്ടായിട്ടില്ല. നമുക്ക് കിണർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈ റോഡിൽ നിന്ന് വെള്ളം കിണറിലോട്ട് ഒഴുകുന്നത്. 2 കാനയിൽ നിന്നും വരുന്ന വെള്ളം അവിടെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതും ഞങ്ങളെ സ്ഥലത്തേക്കോടെ ഒഴുകുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളിപ്പോൾ വേറെയാണ് മാറി താമസിക്കുന്നത്. ഇവിടെ അപകടം ഉണ്ടാകുന്നുണ്ട്. അപകടം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബൈക്കാരെ ഞങ്ങളാണ് ഹോസ്പിറ്റലിലാക്കിയത്. കാരണം ഈ പ്ലാസ്റ്റിക് സാധനം വെച്ചിട്ട് പ്ലാസ്റ്റിക് മറിഞ്ഞുപോയി. അവർ ബൈക്ക് തട്ടി പ്ലാസ്റ്റിക് ഈ കിണറിലേക്ക് വീഴാഞ്ഞത് വലിയ ഭാഗ്യം. ഇനി ഒരു മരണം ഉണ്ടാകുന്നത് വരെ ദേശീയപാത അതോറിറ്റി ഇത് നോക്കി നിൽക്കും. ഇനി ഏതായാലും നോട്ടിഫിക്കേഷൻ ഇറക്കി ഭൂമി ഏറ്റെടുത്ത് റോഡ് നിർമ്മിച്ചാൽ മാത്രമേ ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാവുകയുള്ളൂ. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.